സ്വാഗതം. അങ്ങനെ നമ്മുടെ നല്ലപാഠം കോഴിക്കോട് എത്തി നിൽക്കുകയാണ്. നല്ലപാഠ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്കൂളുകളെല്ലാം സജീവമായിരിക്കുന്ന സമയമാണ്. പുതിയ കൂട്ടുകാരെ പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. നല്ലപാഠത്തിലേക്ക് ഏവർക്കും കോഴിക്കോട് ഫറോക്ക് GMUP സ്കൂളിലെ പെഡഗോഗി പാർക്കാണിത്. ഒരുപാട് നല്ലപാഠം പ്രവർത്തനങ്ങളാണ് ഈ സ്കൂളിലുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇവർ അവരെ കൊണ്ടാവും വിധം സജീവമാണ്. ആ കൊച്ചു കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം, അവരുടെ വിശേഷങ്ങൾ അറിയാം. ഇത് ഫറോക്ക് GMUP സ്കൂൾ. കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ നല്ലപാഠം A+ ഗ്രേഡ് നേടിയ ഏക സർക്കാർ വിദ്യാലയം. സമ്മാനത്തുക കൊണ്ട് ഇവർ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചെയ്തത്. ഫറൂഖ് ചന്ത പ്രദേശത്ത് നിലകൊള്ളുന്ന പഞ്ചായത്ത് കിണർ ഉപയോഗശൂന്യമായി കിടക്കുന്ന വിവരം പത്രത്തിലൂടെ അറിഞ്ഞ കുട്ടികൾ ഈ കിണർ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. നല്ലപാഠത്തിന്റെ സമ്മാനത്തുക ഇതിനായി മാറ്റിവെച്ചു. തുടർന്ന് ദത്തെടുക്കുന്ന കാര്യം സൂചിപ്പിച്ച് പഞ്ചായത്ത് അധികൃതർക്ക് കത്തെഴുതുകയും ദത്തെടുക്കൽ നടപടിയുമായി മുന്നോട്ടു പോകുകയും ചെയ്തു. ചന്തയിലെ ജലക്ഷാമം പരിഹരിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് കിണർ. പക്ഷേ യഥാവിധി സംരക്ഷിക്കാത്തതിനാൽ കിണറിന്റെ ആൾമറയ്ക്കുള്ളിലും അകത്തും കാടു പിടിച്ചു. നിറയെ വെള്ളമുണ്ടെങ്കിലും ഇലകൾ വീണ് അഴുകി വെള്ളം മോശമായി. ചന്തയിലും പരിസരത്തുമുള്ളവർക്ക് ഇതിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെയായി. ആദ്യഘട്ടത്തിൽ കിണറിന് ചുറ്റുമുള്ള കാടും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ഒഴിവാക്കി കുട്ടികൾ ശുചീകരിച്ചു. വിദഗ്ധ തൊഴിലാളികളെ ഉപയോഗിച്ച് കിണറിനകത്തെ മാലിന്യങ്ങളും നീക്കം ചെയ്ത് കിണർ ഉപയോഗയോഗ്യമാക്കി. ഫറോക്ക് GMUPSലെ കിണർ ദത്തെടുത്ത കൂട്ടുകാരാണ് ഈ കൂടെ ഉള്ളത്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹിബ, എങ്ങനെയായിരുന്നു ഈ കിണർ ദത്തെടുക്കൽ പരിപാടി? ഇത് പഴയ കൊള്ളാത്ത ഉപയോഗശൂന്യ കിണറായിരുന്നു അല്ലേ? ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കി എടുത്തത്? നല്ല വെള്ളമാണല്ലോ ഇപ്പം. നല്ലപാഠത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മാർക്ക് കിട്ടിയതിൽ കിട്ടിയതുകൊണ്ടായിരുന്നു, പൈസ കൊണ്ടായിരുന്നു നമ്മളിത് ക്ലീൻ ആക്കിയിരുന്നത്. കുട്ടികളെ എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാവരും കൂടി ചേർന്ന് ഇവിടെയൊക്കെ അടിച്ചു വാരി ക്ലീനാക്കി. ഫേവറേറ്റ് ആർട്സ് ക്ലബിൻ സ്പോർട്സ് ആൻഡ് ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിണറിൽ വല ഇടാൻ, കമ്പി വല ഇടാനൊക്കെ. പിന്നെ എല്ലാത്തിനും നേതൃത്വം നടത്തിയ ശിവരാജ് മാഷും മറ്റെല്ലാ അധ്യാപകരും സഹായിച്ചിരുന്നു. എല്ലാവരുടെയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് നമ്മളിതൊക്കെ ക്ലീനാക്കി. ഫെബിന, നിങ്ങൾ ഇതുവഴി പോകുമ്പോഴും കാണുമായിരുന്നോ ഇങ്ങനെ കിണർ ഇത്രയും വൃത്തികേടായിട്ട് കിടക്കുന്നത് കണ്ട്? അങ്ങനെയാണോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിന്റെ ഇടയിൽ കൂടിയൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് കിണർ വൃത്തിയാക്കാൻ പരിപാടിയിട്ട് അങ്ങനെയൊക്കെയാണോ നിങ്ങളിത് ചെയ്തത്? എങ്ങനെയൊക്കെയാ? ഞങ്ങൾ ഇതിലൂടെ വന്നപ്പോൾ കണ്ടതായിരുന്നു. ഇങ്ങനെ ചീത്തയായി കിടക്കുന്നത് കണ്ടപ്പോൾ സാറ് പറഞ്ഞു നമുക്ക് ഈ പൈസനോട് കിണർ ദത്തെടുത്തിട്ട് നമുക്കിത് വൃത്തിയാക്കാം. ക്ലാസ് ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു. ഇപ്പൊ ഇതിലെ വെള്ളം കുടിക്കാനൊക്കെ ഉപയോഗിക്കാവോ? അത്രയും വൃത്തിയായോ? നല്ല വെള്ളമായി അല്ലേ? ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു കിണർ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല വൃത്തിയാക്കി മാറ്റി അല്ലേ? ഇതെല്ലാം എങ്ങനെയാണ് നാട്ടുകാർ നിങ്ങൾ ഇതിങ്ങനെ ഒരു പരിപാടി ചെയ്തപ്പോൾ അവരുടെ ഒരു പ്രതികരണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? അവർക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ സ്കൂളിലത്തെ കുട്ടികൾ തന്നെ ഈ നല്ലൊരു കിണർ ഇങ്ങനെ മാറ്റിയതിൽ അവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫേവറേറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സാർമാരും ഞങ്ങൾ കുട്ടികളൊക്കെ തന്നെ കൂടി നന്നാക്കിയതാണ് ഈ കിണർ. ഇപ്പം എല്ലാവരും ഈ ഇതിലെ വെള്ളം ഉപയോഗിക്കുമോ? ഉപയോഗിക്കും. കുടിക്കാനും എല്ലാത്തിനും അവർക്ക് ഉപയോഗം. കിണറിന് സ്ഥിരമായ ഒരു കമ്പിവല വേണമെന്ന കുട്ടികളുടെ ആഗ്രഹത്തിന് നാട്ടുകാർ സഹായവുമായി എത്തി. ഇപ്പോൾ ഒരു നാടിന്റെ തന്നെ അഭിമാനമായിരിക്കുകയാണ് ഈ കുടിവെള്ള സ്രോതസ്. സ്കൂൾ വർഷത്തിന്റെ തുടക്കത്തിൽ ജൂണിൽ തന്നെ 25-അംഗ കാർഷിക ക്ലബ് രൂപീകരിച്ചു. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തുക, സ്കൂളിലും വീടുകളിലും പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുക എന്നിവയാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യമാക്കുന്നത്. വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂളിന്റെ പിൻവശത്ത് 10 സെന്റിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വെണ്ട, പാവയ്ക്ക, പയർ, ക്യാപ്സിക്കം, കോളിഫ്ലവർ, വഴുതന, ചീര എന്നിങ്ങനെ പലതും ഇവിടെ കൃഷി ചെയ്തു.
ഫറൂഖ് GM-UP സ്കൂളിലെ കൊച്ചു കൃഷിക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. പേരെന്താ? റുഹൈസ്. റുഹൈസ് അല്ലേ? റുഹൈസ്, എന്തൊക്കെയാണ് നിങ്ങളിവിടെ കൃഷി ചെയ്യുന്നത്? മുളക് കൃഷി ചെയ്യുന്നുണ്ട്, വെണ്ട കൃഷി ചെയ്യുന്നുണ്ട്, പയറുണ്ട്, പിന്നെ കുറച്ചങ്ങനെ പച്ചക്കറികളുണ്ട്. കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനുള്ള സമയമൊക്കെ കണ്ടെത്തുന്നത്? പേരെന്താ ആളുടെ? വിൻഷാദ്. എങ്ങനെയാ സമയമൊക്കെ കണ്ടെത്തുന്നത് ഈ കൃഷിക്ക് വേണ്ടിയിട്ട്? കുറച്ച് സമയമൊക്കെ വേണ്ടി വരത്തില്ലേ? അപ്പൊ എങ്ങനെയാ ആ പരിപാടികളൊക്കെ? അത് രാവിലെ 1.5 നാട് അങ്ങനെ ഒഴിക്കലാണ്. ഉച്ചക്ക് ഓരോ വിളവുണ്ടാകുമ്പോൾ വെള്ളം ഒഴിക്കും. അങ്ങനെയൊക്കെ അല്ലേ? എങ്ങനെയാ നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഈ കൃഷി ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാവരും നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പറ. ഞങ്ങളോട് സാറ് പറഞ്ഞ ആദ്യം തന്നെ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, നിങ്ങൾ സാധാരണ കൃഷി ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി. അവിടെ നമ്മൾ കുറേ വാഴ കൃഷിയൊക്കെ ചെയ്തിരുന്നു, കുറേ പഴങ്ങൾ നമുക്ക് സാറ് തന്നിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് ചെയ്യാറുണ്ട്. ഉവൈസ് ആണല്ലേ കൃഷിക്ക് നേതൃത്വം കൊടുക്കുന്ന ആള്? അല്ലേ? എന്തൊക്കെയാണ് ഉവൈസ്, നിങ്ങൾ വളം എങ്ങനെയാണ്, എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? അതുപോലെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരോട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്? എല്ലാം ഒന്ന് പറഞ്ഞേ. ജൈവവളങ്ങളാണ് എല്ലാത്തിനും ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഒരു നല്ലപോലെ കൃഷി ചെയ്യുക. അത് ആദർശത്താൽ ഒന്നും പേടിക്കുന്ന വേണ്ട, അങ്ങനെ കൃഷി ചെയ്യാൻ നോക്കുക. എല്ലാത്തിനും നമ്മൾ ജൈവവളമാണ് എടുക്കുക. അതുകൊണ്ട് നല്ല കായ്ഫലങ്ങളൊക്കെ ലഭിക്കും. കഴിഞ്ഞ പ്രാവശ്യം നല്ല കായ്ഫലം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പഴങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് നമ്മളിവിടെ തിന്നു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പഴം ഉണ്ടായിട്ട് ലേലം വിളിച്ചിനി, എന്നിട്ട് 300-400 രൂപകളൊക്കെ കിട്ടീനി. പിന്നെ നമ്മളിവിടെ കരനെല്ലൊക്കെ കൃഷി ചെയ്തിനി, അങ്ങനെ നല്ല വിളവൊക്കെ ലഭിച്ചു. വലിയ പരിപാടികളൊക്കെയാണല്ലോ അല്ലേ? കൊള്ളാലോ. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ തോട്ടത്തിൽ, കൃഷിത്തോട്ടത്തിൽ പോയി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കും. പിന്നെ സാറ് പറഞ്ഞ അരി മണ്ണ് കൂട്ടിയിട്ടെടുക്കും. പിന്നെ ഓരോ വിത്തുകളുണ്ടെങ്കിൽ അതിൻ്റെ അടിയൊക്കെ ആക്കിയുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ചു. എല്ലാ കൂട്ടുകാർക്കും, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും കൃഷിയോട് താല്പര്യമാണോ? അത് നിങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ? അല്ല, എല്ലാവർക്കും താല്പര്യമുണ്ട്. നല്ലൊരു ഇതായിട്ടാണ് എല്ലാവരും കാണുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് വിത്ത് കിട്ടി അല്ലേ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടോ? വീട്ടിൽ എങ്ങനെയാണ് നിങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നല്ല ജൈവവളമൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ഉള്ള സ്ഥലത്തൊക്കെ കൃഷി ചെയ്തിട്ട് നല്ല വിളവ് ലഭിച്ചിന്. അതായത് പച്ചക്കറിക്കായി ഉപയോഗിച്ചിന്. അപ്പൊ എല്ലാവരോടും നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ കൃഷി ചെയ്യണം എന്നുള്ള കാര്യം? അല്ലേ? നിങ്ങൾ എല്ലാവർക്കും ഉപദേശങ്ങൾ നൽകും. സൗജന്യ പച്ചക്കറി വിത്ത് വിതരണം, ജൈവ കൃഷിത്തോട്ടത്തിലേക്കുള്ള പഠനയാത്ര, ജൈവ കൃഷിയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലേഖന മത്സരം, വീടുകളിൽ പച്ചക്കറിത്തോട്ട നിർമ്മാണ മത്സരം എന്നിവയും ഇവിടെ നടത്തി. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഫറൂഖ് GM-UP സ്കൂളിലെ കൂട്ടുകാർ നടത്തിവരുന്നു. കുടിവെള്ള സർവേയും ആരോഗ്യ പ്രവർത്തനങ്ങളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അങ്ങനെ നിരവധി നല്ല പാഠങ്ങൾ പഠിച്ച് മുന്നേറുന്നു നമ്മുടെ കൂട്ടുകാർ. ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് നൊച്ചാട് HSSലെ കൂട്ടുകാരുടെ വിശേഷങ്ങൾ അറിയാം. ഒപ്പം അമ്മമാർക്ക് തയ്യാറാക്കാൻ നല്ല രുചിയുള്ളൊരു വിഭവം ഉണ്ട്. എല്ലാവരും കാത്തിരിക്കണം. അന്തരിച്ച മുൻ രാഷ്ട്രപതിയും കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകം കൂട്ടുകാരിൽ ചിലരെങ്കിലും വായിച്ചിട്ടുണ്ടാവും അല്ലേ? ഇത് വായിച്ചിട്ടില്ലാത്ത കൂട്ടുകാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോഴിക്കോട് നൊച്ചാട് HSSലെ കൂട്ടുകാരെ ഇറങ്ങിത്തിരിച്ചു. അവർ അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി. ആ കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാം. നിരവധി നല്ലപാഠം പ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ നൊച്ചാട് HSS. നിർധനരായ കൂട്ടുകാർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന പ്രവർത്തനം. അതിനായി ഇവർ സേവനയാത്ര നടത്തി, പുസ്തകങ്ങൾ വിറ്റു, പലവിധത്തിൽ ധനസമാഹരണം നടത്തി.
ഇങ്ങനെ ലഭിച്ച പണം കൊണ്ട് ഇവർ 2 കൂട്ടുകാർക്ക് വീട് വച്ചു കൊടുത്തു. ചികിത്സാ സഹായം നൽകി. 25 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി. യൂണിഫോം കൊടുത്തു. ഭക്ഷണം നൽകി. കുഞ്ഞു കൈകളിൽ കുഞ്ഞാട് എന്നത് സ്കൂളിലെ ഒരു പ്രവർത്തനമാണ്. 10 നിർധനർക്ക് ആട്ടിൻകുട്ടികളെ കൊടുത്തു. ഈ ആടുകൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അടുത്ത കൊല്ലം അടുത്ത 10 പേർക്ക് കൊടുക്കും. ഇതുകൂടാതെ വീടുകളിൽ ജൈവ പച്ചക്കറി തോട്ടമുണ്ടാക്കാൻ പ്രോത്സാഹനമായി പച്ചക്കറി വിത്തുകൾ വിതരണം നടത്തി. നന്മ നിധിയിലൂടെ ശേഖരിച്ച പണം കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത്. അധ്യാപകർ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA തുടങ്ങി പലരും നന്മ നിധിയിലേക്ക് സംഭാവനകൾ നൽകി വരുന്നു. കലാമിൻ്റെ പുസ്തകങ്ങൾ വിൽക്കാനായി ഞങ്ങൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലേക്ക് സഞ്ചരിച്ചു. കലാമിൻ്റെ പുസ്തകങ്ങൾ വിറ്റു. അതിൽ നിന്ന് കിട്ടിയ തുക കൊണ്ട് ഞങ്ങൾ സഹപാഠികൾക്ക് വീടുണ്ടാക്കുവാനായി ഞങ്ങൾ ഉപയോഗിച്ചു. അങ്ങനെ പണി ഏകദേശമൊക്കെ കുറേയൊക്കെ പൂർത്തിയായി വരികയാണ്. കൂട്ടുകാർക്ക് വീട് വെച്ച് നൽകാൻ പണം വേണം. വെറുതെ പണം പിരിച്ചെടുക്കാതെ പണപ്പിരിവിലൂടെ നല്ല സന്ദേശവും നൽകണം. ഈ ലക്ഷ്യത്തിലാണ് നൊച്ചാട് HSSലെ കുട്ടികൾ വ്യത്യസ്തമായ രീതി പിന്തുടരുന്നത്. കലാമിനെ അറിയുക അക്ഷരങ്ങളിലൂടെ എന്ന സന്ദേശത്തിൽ അന്തരിച്ച മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം രചിച്ച 13 പുസ്തകങ്ങളുടെ വിൽപ്പനയും പ്രചാരണവും നടത്തി. ഇങ്ങനെയെല്ലാം സമാഹരിച്ച പണമാണ് വീട് നിർമ്മാണത്തിനെടുത്തത്. സേവനയാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കലാമിൻ്റെ ജന്മഗൃഹത്തിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തത്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർക്ക് നിവേദനം കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയൊക്കെ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിനുണ്ടായിരുന്നു. ഞങ്ങൾ കലാമിൻ്റെ ജന്മദിനത്തിലാണ് അവിടെ എത്തിച്ചേർന്നത്. ഇവിടെ നിന്ന് കോഴിക്കോട് വെച്ച് കമാൽ വരദൂർ, PJ ജോഷോ സാറാണ് ഞങ്ങൾക്ക് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് തന്നെ കമാൽ ഫാൻസ് അസോസിയേഷൻ ഞങ്ങൾക്ക് അവിടെ നല്ലൊരു സ്വീകരണം നൽകി. പിന്നെ തമിഴ്നാട് സർക്കാർ ഞങ്ങളോട് വളരെയധികം സഹകരിച്ചു. കൂടെ പഠിക്കുന്ന കൂട്ടുകാരന്റെ വീട് വളരെ മോശം അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കൂട്ടുകാർ അവനെ സഹായിക്കാൻ തീരുമാനിക്കുന്നത്. താമസിയാതെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ധനസമാഹരണം തുടങ്ങി. സേവനയാത്രയിൽ നിന്ന് ലഭിച്ച പണവും ഇതിനായി ഉപയോഗിച്ചു. അങ്ങനെ അവരുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാവുകയാണ്. 2ാമത്തെ വീടിന്റെ പണിയും പൂർത്തിയായി വരുന്നു. ജനുവരിയിൽ താക്കോൽ കൈമാറാനാണ് തീരുമാനം. ഇതേക്കുറിച്ച് കുട്ടികൾ പറയുന്നത് കേൾക്കാം. ഞങ്ങൾ വിവിധ ക്ലബ്ബുകൾ, സ്കൂളിലെ SPC ഗൈഡ്സ് തുടങ്ങിയവരൊക്കെ ചേർന്നിട്ട് സേവനയാത്രകളിൽ പങ്കെടുത്ത് പിരിച്ചു കിട്ടിയ തുക, കൂടാതെ സ്കൂളിലെ PTA വകയായിട്ട് കിട്ടിയ തുക, ഇവയൊക്കെ ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചത്. ഞങ്ങളുടെ സ്കൂളിലെ 9 I ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീടാണിത്. നല്ലപാടത്തിന്റെ എൻഡോസൾഫാൻ നിധിയിലേക്കും നൊച്ചാട് HSSലെ കുട്ടികളുടെ സഹായമെത്തി. ഇതിനായി ഉപജില്ലാ കലോത്സവ വേദിയിൽ ഇവർ സജ്ജമാക്കിയ സ്റ്റോളിൽ വന്ന് നിരവധി പേരാണ് ധനസഹായം നൽകിയത്. എൻഡോസൾഫാനെതിരെയുള്ള ലഘുലേഖകളും സന്ദേശങ്ങളും കുട്ടികൾ ഇവിടെ പ്രചരിപ്പിച്ചു. ഇതുകൂടാതെ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ, സ്വാശ്രയ ഹരിതഗ്രാമം പദ്ധതി, മാതാപിതാക്കൾക്ക് പഠന ക്ലാസുകൾ, അമ്മമാരെ ആദരിക്കൽ തുടങ്ങി നന്മകളുടെ നല്ല പാഠങ്ങൾ നിരവധിയാണ് നമ്മുടെ കൂട്ടുകാർ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം നല്ല രുചിയുള്ള ഒരു വിഭവം ഉണ്ടാക്കാൻ എല്ലാവരെയും പഠിപ്പിച്ചു തരാൻ കാത്തിരിക്കുക. നൂഡിൽസ് ഇഷ്ടമാണോ എല്ലാവർക്കും? ഒരുപാട് ഇഷ്ടം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ന്യൂഡിൽസും പാസ്തയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാസ്തയാണ്, ഇന്ത്യൻ സ്റ്റൈൽ മക്രോണി പാസ്ത. ഇത് ഉണ്ടാക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ന്യൂട്രീഷനിസ്റ്റ് കൂടിയായ പ്രിയദർശിനിയാണ്. അപ്പൊ പാസ്ത ഉണ്ടാക്കാം.
ഹായ്, ഇന്നിവിടെ നമുക്ക് തയ്യാറാക്കാം ഒരു ഇറ്റാലിയൻ വിഭവമാണ് നമ്മൾ പാസ്ത എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ എല്ലാ നോർമൽ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് മാക്രോണി. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുട്ടികൾക്ക് അതൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു വിഭവമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഇന്ത്യൻ സ്റ്റൈൽ മാക്രോണി അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റൈൽ മസാല മാക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിൽ ഞാനിവിടെ ഓൾറെഡി മാക്രോണി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് അല്ലെങ്കിൽ അര കപ്പ് മാക്രോണി മതി നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ അതിന് വേണ്ട വെജിറ്റബിൾസ്, ഞാൻ എല്ലാ വെജിറ്റബിൾസും ഇവിടെ എടുത്തിട്ടുണ്ട് അവൈലബിൾ ആയത്. ഇതിൽ ക്യാബേജ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേപോലെ ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയിലയുണ്ട്, സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൽ നമുക്ക് ടൊമാറ്റോ സോസ്, നമ്മൾ പാസ്ത ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഏതാച്ചും ഉപയോഗിക്കാം. അതേപോലെ ഞാൻ കുറച്ച് തക്കാളി, പറ്റുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇറ്റാലിയൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ റിഫൈൻഡ് ഓയിലിൽ വേണമെങ്കിലും നമുക്കത് ഉണ്ടാക്കാം. ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് നമുക്ക് നോർമൽ റിഫൈൻഡ് ഓയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. പാൻ ഒന്ന് നമുക്ക് ചൂടാക്കാൻ വെക്കണം. ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിൽ എണ്ണ ഒഴിച്ച് നോർമൽ മസാല ഉണ്ടാക്കിയിട്ട് വേണം ഇതിൽ മിക്സ് ചെയ്യാൻ. ഇനി നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ്, സാധാരണത്തെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു 1 to 2 ടേബിൾ സ്പൂൺ വരെ നമ്മുടെ ഇതിനനുസരിച്ച് എടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് ആദ്യം ഇടേണ്ടത്. അതിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, അതാണ് കണക്ക്. അതിനനുസരിച്ച് നമുക്ക് ഇടാം. ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറാൻ മാത്രമേ പാടുള്ളൂ. അല്ലാതെ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ അല്ലെങ്കിൽ ഇതിൻ്റെ ആ മണം ആ എണ്ണയിലേക്ക് ഇറങ്ങും ചെയ്യുക. അതിൻ്റെ ഒപ്പം ഇത് കഴിഞ്ഞാൽ നമുക്കതിൽ ഒരു ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇതിലൊരു വ്യത്യാസം, നമ്മൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, ഇതിന് പകരം നമ്മൾ ക്യാപ്സിക്കമാണ് ഇടുന്നത്. എരിവ് വളരെ കുട്ടികൾക്കായതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ എരിവ് കുറച്ചിടുന്നത്. ഇവിടെ സവാളയായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മളുടെ ബാക്കിയുള്ള വെജിറ്റബിൾസ് ലൈക്ക് ക്യാരറ്റ് ആദ്യം ഇടാം. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, നമ്മുടെ വീട്ടിൽ ഏതൊക്കെയാണ് വെജിറ്റബിൾസ്. പിന്നെ ഇതൊരു കുട്ടികളെ വെജിറ്റബിൾസ് കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ബീൻസും പിന്നെ നമ്മുടെ ക്യാപ്സിക്കം നമ്മൾ അരിഞ്ഞു വെച്ചത് ഗ്രീൻ കളർ. ഈ മസാലയാകുമ്പോൾ തന്നെ ഇതിന് ഒരുപാട് വെറൈറ്റി ഓഫ് വെജിറ്റബിൾസ്, ഇതിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ചേർത്തിട്ടുണ്ട് വെജിറ്റബിൾസിൻ്റെ. അപ്പോൾ അത് കുറച്ചുകൂടി കളർഫുള്ളാണ്, കുട്ടികൾക്ക് കാണാനും അത് നല്ല ഇഷ്ടമായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതും ചേർക്കാം. തക്കാളി ഞാൻ ഇതിൽ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്, കാരണം ഇത് പാസ്തയാണ്. അപ്പോൾ ഞാൻ ഒരു 2 ചെറിയ അല്ലെങ്കിൽ ഒരു മീഡിയം തക്കാളി അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, കാരണം ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ചിലർ പഞ്ചസാരയും ചേർക്കാറുണ്ട് ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾക്കും കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഇത് കളർ, ആ ഫുൾ കളറിൻ്റെ ഒപ്പം ചേർക്കുന്നത്. ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതൊന്ന് വെന്ത് കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വല്ലാണ്ട് വേവണ്ട, ഒരു ക്രഞ്ചി ഫീലിംഗ് അല്ലെങ്കിൽ ഒന്ന് കടിക്കുമ്പോൾ കിട്ടുന്ന പോലെ ആക്കണം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലാസ്റ്റ് ചേർക്കാനുള്ളത് പാസ്ത ആയതുകൊണ്ട് നമുക്കിതിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഒരു 2 to 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇവിടെ ചേർക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമ്മുടെ എത്രയാണ് നമ്മൾ മാക്രോണി എടുത്തിരിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒരു വാട്ടറി പോലെ ഒരു വെള്ളം പോലെയുള്ളത് വേണം പാസ്ത. നമ്മൾ അതുപോലെ ഞാനിവിടെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കി ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി അല്ലെങ്കിൽ പാസ്ത നമുക്കിതിൽ ചേർക്കാം. ഞാനിവിടെ ഗോതമ്പിൻ്റെ വീറ്റിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മാക്രോണി.
നോർമലി സാധാരണ ഇപ്പോൾ കടയിൽ മൈദടിയും വീറ്റിൻ്റെയും ഒക്കെ വേറെ വേറെ വാങ്ങാൻ കിട്ടും. പറ്റുകയാണെങ്കിൽ ഗോതമ്പിൻ്റെ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ല ന്യൂട്രിയൻറ്റ് വാല്യൂ ആയിരിക്കും ഇതിൽ കിട്ടാൻ പോകുന്നത്. അവസാനം നമുക്കിതിൽ കുറച്ച് മല്ലിയില ഒന്ന് ഇതിൽ മിക്സ് ചെയ്യാം. ലാസ്റ്റ് നമുക്കിത് ഗാർണിഷ് ചെയ്യുമ്പോഴും കുറച്ച് മല്ലിയില ഇടാം. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് സ്പ്രിംഗ് ഓണിയനും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. കൂട്ടുകാർ പത്രം വായിക്കുകയും ന്യൂസ് ചാനലുകൾ കാണുകയും ചെയ്യാറുണ്ടോ? ചെയ്യുന്നില്ലെങ്കിൽ അതൊരു ശീലമാക്കാവുന്നതാണ്. കാരണം നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എന്താണെന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നതും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതുമായ ചില പ്രധാന വാർത്തകൾ നമുക്ക് കാണാം വാർത്താലോകത്തിൽ. ലോകം ക്രിസ്മസ് ആഘോഷിച്ചു. പലസ്തീനിലെ തിരുപ്പിറവി ദേവാലയത്തിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തി. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ വീണ്ടും തലപൊക്കിയ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബത്ലഹേമിലെ ദേവാലയത്തിൽ ഒരുക്കിയിരുന്നത്. ബാലനീതി നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. 16-നും 18-നും ഇടയിൽ പ്രായമുള്ള കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ജയിലിലടയ്ക്കാൻ വേണ്ടി മാത്രമല്ല പുതിയ നിയമമെന്നും ഇവരുടെ പുനരധിവാസവും സർക്കാരിന്റെ ലക്ഷ്യമാണെന്ന് ചർച്ച തുടങ്ങിവെച്ച വനിതാ ശിശുക്ഷേമ മന്ത്രി മേനകാ ഗാന്ധി അറിയിച്ചു. കുട്ടികൾക്കെതിരെയുള്ള കുറ്റങ്ങൾക്കുള്ള ശിക്ഷയും കർശനമാക്കി. ചെന്നൈയിൻ FC ISL ചാമ്പ്യന്മാർ. രണ്ടാം സീസൺ ഫൈനലിൽ FC ഗോവയെ കീഴടക്കിയാണ് ചെന്നൈയിന്റെ കിരീടധാരണം. 2-3 ഗോളുകൾക്കാണ് ജയം. ഇഞ്ചുറി ടൈമിൽ വിജയ ഗോൾ നേടിയ സ്റ്റീവൻ മെൻഡോസയാണ് ചെന്നൈയിന് കിരീടം സമ്മാനിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ ക്രിസ്മസ് ട്രീ എന്ന ഗിന്നസ് റെക്കോർഡ് കേരളത്തിന് സ്വന്തം. ചെങ്ങന്നൂരിലാണ് 4030 പേരെ അണിനിരത്തി ട്രീ ഒരുങ്ങിയത്. ഹോണ്ടുറാസിന്റെ പേരിലുള്ള റെക്കോർഡ് ഇതോടെ പഴങ്കഥയായി. 6 വയസ്സുകാരൻ മുതൽ 85 വയസ്സുകാർ വരെ മനുഷ്യ ക്രിസ്മസ് ട്രീയുടെ ഭാഗമാകാനെത്തി. മരത്തിന്റെ നിറത്തിൽ അവർ ഒന്നുചേർന്നു. 4030 ചെങ്ങന്നൂരുകാർ ഒടുവിൽ ഒരു മരമായി. ഇനി എന്തെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തണം, ഇനി എന്തെല്ലാം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ എഴുതി അറിയിക്കാം. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ നല്ല പാഠം, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. നല്ലപാഠം എപ്പിസോഡിന്റെ പൂർണ്ണ രൂപം കാണാനായി manora-news.com ലോഗിൻ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ നല്ല പാഠത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച മറ്റൊരു ജില്ലയിൽ മറ്റൊരു വിദ്യാലയത്തിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും